രാത്രി 1 മണിയായപ്പോൾ ആ സംഘം ലക്ഷ്യസ്ഥാനത്തെത്തി. നീണ്ട 1 മണിക്കൂറെടുത്തു ചാത്തൻ മല കയറി ഭദ്രൻ ഒളിച്ചിരിക്കുന്ന ഗുഹയ്ക്ക് സമീപം അവർ എത്തിച്ചേരാൻ. ഇരുട്ടും ദുർഘടമായ വഴിയും അവരുടെ യാത്രയിലുടനീളം തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതവരുടെ വേഗതയും ബാധിച്ചു. സത്യത്തിൽ വേഗത അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. കടുവ ഇരയെ ടാർഗറ്റ് ചെയ്ത് വേട്ടയ്ക്കൊരുങ്ങും പോലെ കാടുപോലും അറിയാതെ പാദങ്ങൾ അമർത്തി തങ്ങളുടെ ഇരയുടെ സമീപത്തേക്ക് നിശബ്ദമായി അടുക്കുകയായിരുന്നു അവർ. അറ്റാക്ക് ചെയ്യേണ്ട അകലത്തിലെത്തുമ്പോൾ കാടിളക്കിയൊരു കുതിച്ചു ചാട്ടം. തലയുയർത്തി നോക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് ഇരയുടെ കഴുത്തിൽ പിടിവീണിരിക്കണം. ഇര ഒന്നും അറിയരുത്. ഇര എങ്ങോട്ടും ഓടുകയുമരുത്. അതാണ് ഒരു മികച്ച വേട്ടയുടെ ലക്ഷണം. വൻവൃക്ഷങ്ങൾ മറച്ചുവെച്ച ഒരു വലിയ പാറയിലായിരുന്നു അവരന്വേഷിച്ചെത്തിയ ഗുഹ ഉണ്ടായിരുന്നത്. എവിടെയാ ഗുഹ? കാണാനില്ലല്ലോ, നന്ദു ചോദിച്ചു. താഴെ നിന്ന് നോക്കിയാൽ ആ ഗുഹ കാണാൻ കഴിയുമായിരുന്നില്ല. എനിക്കറിയാം, തങ്കൻ പതിയെ പറഞ്ഞു. നിങ്ങൾ എന്റെ പിന്നാലെ വന്നാൽ മതി. തങ്കൻ ശബ്ദമുണ്ടാക്കാതെ മുന്നിലേക്ക് നടന്നു. തോട് കടന്ന് അയാൾ പാറയുടെ അടുത്തേക്ക് പോയി. പിന്നാലെ മറ്റുള്ളവരും. പാറയുടെ സമീപമെത്തിയ അവർ മുകളിലേക്ക് നോക്കി. 10-12 അടിയുണ്ടായിരുന്നു പാറയുടെ ആദ്യ ഘട്ടത്തിന്. മുകളിൽ നിന്ന് താഴേക്ക് കാട്ടുവള്ളികൾ തൂങ്ങിക്കിടന്നിരുന്നു. അതിൽ തൂങ്ങി തങ്കൻ മുകളിലേക്ക് കയറാൻ ആരംഭിച്ചു. മുകളിലെത്തിയ തങ്കൻ താഴെയുള്ളവരോട് കയറി വരാൻ ആംഗ്യം കാണിച്ചു. അവർ ഓരോരുത്തരായി കാട്ടുവള്ളിയിൽ തൂങ്ങി മുകളിലേക്ക് കയറി. അവർ ചെന്ന് കയറിയത് പാറയുടെ നിരന്ന ഭാഗത്തായിരുന്നു. അവിടുന്ന് ഒരു 10 അടി പിറകിൽ പാറയുടെ മറ്റൊരു ശിഖരം ഉയർന്നു നിൽപ്പുണ്ടായിരുന്നു. അതിലാണ് അവർ തിരഞ്ഞു വന്ന ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഗുഹയ്ക്ക് മുന്നിൽ പന്തലിട്ടതുപോലെ 3-4 ചാരുമരങ്ങളും 2 ആഞ്ഞിലികളും ഇലകൾ വിരിച്ചു നിൽപ്പുണ്ടായിരുന്നു. മരങ്ങളുടെ മറവുള്ളതുകൊണ്ട് അവിടെ നല്ല ഇരുട്ടായിരുന്നു. ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ ശശിമേശ്വരി പെട്ടെന്ന് ടോർച്ച് തെളിച്ചു. വിശാലമായിരുന്നു ഗുഹയുടെ അകത്തളം. അവിടെ 4-5 പേർ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മദ്യക്കുപ്പികളും കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും അവിടെ കിടക്കുന്നു. എല്ലാവരും ലഹരിയുടെ പിടിയിലമർന്ന് ബോധമില്ലാതെ കിടക്കുകയാണ് എന്ന് ശശിമേശ്വരിക്ക് മനസ്സിലായി. ടോർച്ച് നന്ദുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ശശിമേശ്വരി പറഞ്ഞു, നീ ദൂരെ നിന്ന് ടോർച്ച് അടിച്ചു തന്നാൽ മതി. ടോർച്ച് അണച്ചാൽ കൊന്നുകളയും ഞാൻ. നന്ദു ടോർച്ച് കയ്യിൽ വാങ്ങി. ആ നിമിഷം തന്നെ ശശിയും ഗോപിയും ഉറങ്ങിക്കിടക്കുന്ന ചട്ടമ്പികളുടെ മേൽ വ്യാഘ്രങ്ങളെപ്പോലെ ചാടി വീണു. ബലിഷ്ഠകായരായ ആ സഹോദരങ്ങളുടെ കൈകളുടെ ചൂടറിഞ്ഞാണ് ഭദ്രനും സംഘവും മയക്കം വീട്ടുണർന്നത്. ആദ്യം അവർക്കൊന്നും മനസ്സിലായില്ല. പതിയെ സമനില വീണ്ടെടുത്ത അവർ തിരിച്ചടിക്കാൻ തുടങ്ങി. ഭദ്രനും സംഘവും കരുത്തിന്റെ കാര്യത്തിൽ മോശമായിരുന്നില്ല. പ്രത്യാക്രമണം കടുത്തപ്പോൾ ശശിമേശ്വരിയുടെ സംഘത്തിലെ ബാക്കിയുള്ളവരും അടർക്കളത്തിലേക്ക് ഇറങ്ങി. ശശിയുടെയും ഗോപിയുടെയും കിലോ കണക്കിന് വെയിറ്റുള്ള ഇടികളേറ്റ് ഭദ്രന്റെ സംഘത്തിലുള്ളവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇത്ര വെയിറ്റുള്ള ഇടികൾ ഇതിനു മുമ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഗിരീഷ് വെകിളി പിടിച്ചവനെ പോലെ കയ്യിൽ കിട്ടിയവരെയൊക്കെ കടിക്കുകയും തലമുടി വലിച്ചു പറിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ധീരമായി പോരാടിക്കൊണ്ടിരിക്കെ ഒരുവന്റെ കമ്പ് കൊണ്ടുള്ള അടിയേറ്റ് ആ വീരനായ പോരാളി നിലംപതിച്ചു. തങ്കൻ കയ്യിൽ കിട്ടിയ ഒരു കമ്പ് കൊണ്ട് കണ്ണിൽ കാണുന്നവരെയൊക്കെ തല്ലുന്നുണ്ടായിരുന്നു. 2 പേരുമായി മൽപ്പിടുത്തം നടത്തുന്നതിനിടയിൽ അവരോടൊപ്പം ഗോപിമേശ്വരിയും പാറമേൽ നിന്ന് താഴെ തോട്ടിലേക്ക് വീണു. ഗോപിമേശ്വരിയെ രക്ഷിക്കാനായി സിദ്ധു കാട്ടുവള്ളിയിൽ തൂങ്ങി താഴേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം ശശിമേശ്വരിയുടെ ശക്തമായ ഒരു ചവിട്ടേറ്റ് ഭദ്രൻ ദൂരേക്ക് തെറിച്ചു വീണു. ഇനി ഇവരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഭദ്രൻ ചാടിയണീറ്റ് അരയിൽ നിന്ന് കത്തി വലിച്ചൂരിയെടുത്തു. കത്തിയുമായി അവൻ ടോർച്ചും തെളിച്ചു നിൽക്കുന്ന നന്ദുവിന്റെ അടുത്തേക്ക് ഓടി. പരിഭ്രമിച്ചുപോയ നന്ദുവിനെ പുറകിൽ നിന്ന് ചുറ്റിപ്പിടിച്ചിട്ട് ഭദ്രൻ കത്തി അവന്റെ കഴുത്തിലമർത്തി. ഭദ്രൻ അലറി, ഞാനിവന്റെ കഴുത്തറുക്കാൻ പോവുകയാണ്. ശശിമേശ്വരിയും സംഘവും അത് കണ്ട് അന്താളിച്ചു പോയി. പേടിച്ചുപോയ നന്ദുവിന്റെ കയ്യിൽ നിന്ന് ടോർച്ച് താഴെ വീണു. ഇരുട്ട്, എങ്ങും കട്ട പിടിച്ച ഇരുട്ട്.